അതായത് കാത്തു സൂക്ഷിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ചോദിക്കുന്നതിലും അർത്ഥമില്ല. കാരണം സ്വർണത്തിന്റെ ചരിത്രം അങ്ങനെയാണ്. ഇപ്പൊ 1947 വെറും 48 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. അങ്ങനെ ഇങ്ങ് പോന്നു. ഇടയ്ക്ക് പെട്ടെന്ന് കൂടും, പിന്നെ കുറച്ച് കുറയും. ആ തരത്തില് കയറി ഇറങ്ങിയും ആണ് സ്വർണത്തിന്റെ വില കുതിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും അത് വളരെ താഴോട്ട് പോകില്ല. അതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇപ്പോഴത്തെ സ്ഥിതി എന്താന്ന് വെച്ചാല് US ഫെഡറൽ റിസർവിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കും. ഒരു പ്രാവശ്യം കുറച്ചു കഴിഞ്ഞു, ഇനിയും ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഈ വർഷം കുറയ്ക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നു. അപ്പൊ US ഫെഡറൽ റിസർവിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുക എന്ന് വെച്ചാൽ അവിടുത്തെ വായ്പകളുടെ ഒക്കെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയും. അതായത് ആ സാഹചര്യത്തില് ഡോളറിന്റെ മൂല്യവും കുറയും. അതായത് പെരുപ്പം പോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. ഡോളറിന്റെ മൂല്യം അപ്പൊ കുറയും. അങ്ങനെ കുറയുമ്പോൾ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നഷ്ടമാണ്. അത് കാരണം കൊണ്ട് അതിന് പകരമാണ് സ്വർണത്തിലേക്ക് വരുന്നത്. ഓഹരി വിപണിയിലും നമുക്കറിയാം വലിയ ചാഞ്ചാട്ടമാണ് ഈ അടുത്ത കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വെസ്റ്റ് ഏഷ്യയിൽ എങ്ങനെയിരിക്കും, യുക്രൈൻ റഷ്യ യുദ്ധം ഇനിയും ഉണ്ടാകുമോ, ഇതൊക്കെ സമാധാന അന്തരീക്ഷം വരുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയ്ക്കും പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തലപൊക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു സമാധാന അന്തരീക്ഷം വന്നിട്ടില്ല. അതുപോലെ വ്യാപാര കരാറ്, ഇപ്പൊ ഇന്ത്യ ചൈന ഇപ്പോഴും 500% വ്യാപാര ഇറക്കുമതി തീരുവയാണ് ചൈനയുടെ പേരിൽ അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ആണെങ്കിൽ 50% തീരുവ. അത് തീർച്ചയായിട്ടും കുറയ്ക്കണം, കുറച്ചേ തീരും. പക്ഷെ എന്ന് കുറയ്ക്കും? 7 വട്ടം ചർച്ചകൾ നടത്തി കഴിഞ്ഞു. എന്നിട്ടും ഇതുവരെ വ്യാപാര എന്താ പറയുക, ഒരു എഗ്രിമെന്റിൽ എത്തിയിട്ടില്ല. അപ്പൊ പക്ഷെ എത്രയും പെട്ടെന്ന് എത്തും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ഇന്ത്യ US വ്യാപാര കരാറിലെത്തുക, US ചൈന വ്യാപാര കരാറിലെത്തുക, അപ്പോൾ തന്നെ ഏകദേശം കുറച്ചൊരു സമാധാന വ്യാപാര കരാർ അന്തരീക്ഷം സംജാതമാകും. അത് സ്വർണത്തിന്റെ വില ഇത്തിരി കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. ബിക്കോസ് ഏറ്റവും വലിയ ഉപഭോക്താക്കളിൽ ഒന്നാണ്, ഏറ്റവും വലിയ ഉപഭോക്താവ് സ്വർണത്തിന്റെ ചൈനയാണ്, രണ്ടാമത്തെ ഉപഭോക്താവ് ഇന്ത്യയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് രണ്ടാമത്തെ ഉപഭോക്താവ് ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉപഭോക്താവാണ് ഓസ്ട്രേലിയ. അങ്ങനെയൊക്കെ പക്ഷെ ഓസ്ട്രേലിയയിൽ ഒരുപാട് സ്വർണം ഖനനം ചെയ്യുന്ന രാജ്യം കൂടിയാണ് ചൈനയിലും. ഇന്ത്യയിലാണ് ഖനനം ഇല്ലാത്തത്. പിന്നെ എന്താണ് ഇപ്പോ ഈ പെട്ടെന്ന് ഈ 1 ലക്ഷം കടന്നു പോകാനുള്ള കാരണം? നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതുപോലെ ഫെസ്റ്റിവൽ സീസണാണ്. അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ അതായത് വെസ്റ്റേൺ കൺട്രീസിൽ എല്ലായിടത്തും ക്രിസ്മസ്, ന്യൂ ഇയർ, ഇത് രണ്ടുമാണ് ഒരു വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ. അപ്പൊ ഈ 2 ഉത്സവങ്ങളും അടുപ്പിച്ചു വരുന്നു. ഈ ഉത്സവ സമയത്ത് ആണ് അവിടുത്തെ ഇങ്ങനെയുള്ള സ്വർണം പോലെയുള്ള വജ്ര രത്ന ആഭരണങ്ങള് ഒക്കെ വാങ്ങുന്നതിൽ ഏറ്റവും തിരക്കുള്ള സീസൺ. അപ്പൊ ഇപ്പൊ അതാണ്, ആ സീസൺ ആണ്. അതിന്റെ കൂടെയാണ് ഈ വ്യാപാര പ്രശ്നങ്ങള്, വെസ്റ്റ് ഏഷ്യ പ്രശ്നങ്ങള് എല്ലാം നിൽക്കുന്നത്. അപ്പൊ ഇതെല്ലാം ചേർന്ന്, അതുപോലെ ഈ US ഫെഡറൽ റിസർവിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചത്, അത് ഇനിയും കുറയ്ക്കുമെന്നുള്ള ധാരണ, ഇതൊക്കെയാണ് സ്വർണത്തിന്റെ വില. അതായത് സ്വർണം തന്നെയാണ് വിശ്വസിച്ചേൽപ്പിക്കാവുന്ന ഒരു മേഖല എന്നാണ് ഇപ്പൊ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അതായത് അതിന്റെ കൂടെ തന്നെയാണ് എങ്ങനെയൊക്കെ സ്വർണത്തിൽ നിക്ഷേപിക്കാം. പണ്ടാണെങ്കിൽ സ്വർണം ഒരു മെറ്റലായിട്ട് മാത്രമേ നിക്ഷേപിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പോൾ ഡിജിറ്റൽ സ്വർണമുണ്ട്. നമ്മൾ സ്വർണം എന്ന മെറ്റൽ കൈകൊണ്ട് തൊടണ്ട, വാങ്ങണ്ട, വിൽക്കണ്ട. പകരം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കമ്പനിയുടെ ഷെയറുകൾ എങ്ങനെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുവോ അതുപോലെ തന്നെ സ്വർണത്തിന്റെ അക്കൗണ്ട്, അതായത് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡ് എന്ന് പറയും. ആ ഗോൾഡ് എക്സ്ചേഞ്ച് GTF, ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡ് വഴിയായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് തുറന്ന് ആ ഡിമാറ്റ് അക്കൗണ്ട് വഴി സ്വർണം വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം. അങ്ങനെ ഇപ്പൊ ഈ അടുത്ത ദിവസം വളരെ പ്രശസ്തനായ ഒരു സുപ്രീം കോടതി അഡ്വക്കേറ്റ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, 1 മാസം കൊണ്ട് സ്വർണത്തില് അദ്ദേഹം ഈ ഡിമാറ്റ് അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് 1 ലക്ഷം രൂപയുടെ ലാഭം ഉണ്ടാക്കിയെന്ന്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് പക്ഷെ എല്ലാവരും ഓടിച്ചെന്ന് ഇടരുത്, വളരെ കെയർഫുൾ ആയിട്ട് വേണം ഈ സ്വർണത്തിന്റെ ETF ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. നമ്മൾ കൈകൊണ്ട് എടുക്കുന്നില്ല, മേടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ തന്നെ വിശ്വസിക്കാം.
അത് അത്ര വിശ്വസനീയമായ കമ്പനികൾ വഴി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇവയൊക്കെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള കമ്പനികൾ വഴിയുള്ള ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വേണം ഗോൾഡ് എക്സ്ചേഞ്ച് സ്റ്റാൻഡേർഡ് വഴിയായിട്ടുള്ള ട്രേഡ് നടത്താനായിട്ട്. അപ്പൊ അങ്ങനെ ട്രേഡ് നടത്തുകയാണെങ്കിൽ ETF എന്നാണ് അതിനെ പറയുക, ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട്. അപ്പൊ അങ്ങനെയുള്ള ETF വഴിയായിട്ട് നടത്തിയാൽ നമുക്ക് മെറ്റലായിട്ട് കയ്യിൽ വെക്കാതെ, മെറ്റലായിട്ട് കയ്യിൽ വെക്കുന്നതിന് ഒരുപാട് റിസ്ക് ഉണ്ടല്ലോ, മോഷണം പോകാം, അതുപോലെ പലതും. പക്ഷെ അങ്ങനെയുള്ള യാതൊരു, അതുപോലെ തന്നെ അതിന്റെ റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യണം. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് റിസർവ് ബാങ്കിന്റെ, അതായത് സോവറിൻ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. സോവറിൻ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിശ്ചയിച്ച റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. ബോണ്ട് ആയതുകൊണ്ട് സ്വർണത്തിന്റെ മൂല്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ലാഭവിഹിതവും വർദ്ധിക്കും. അപ്പൊ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് സോവറിൻ ബോണ്ടില്, സ്വർണ്ണ ബോണ്ടില് നിക്ഷേപിക്കുക. അതായത് അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി അത്തരം സോവറിൻ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്, അതിന്റെ കാര്യങ്ങൾ നടത്തുന്നതും. അപ്പൊ അത് വളരെ സേഫ് ആണ്, ആദായകരമാണ്. അപ്പൊ അതുവഴിയോ അല്ലെങ്കിൽ ETF വഴിയോ അങ്ങനെയൊക്കെ സ്വർണം നമുക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാവുന്ന ഒരവസ്ഥയാണുള്ളത്. നേരിട്ട് സ്വർണം ആഭരണത്തിന് വാങ്ങുന്നവരാണ് വളരെ സൂക്ഷിക്കേണ്ടത്. സ്വർണത്തിന് വേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്താൽ റീസെയിൽ വാല്യൂയിൽ ഒത്തിരി കുറവ് വരും. സ്വർണത്തിന്റെ വില എത്ര കൂടിയിരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ റീസെയിലിന് ചെല്ലുമ്പോൾ അതിന്റെ എന്താണ് പറയാ, പണിക്കുറവ് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് പല തരത്തിലുള്ള ഡിസ്കൗണ്ട്സ് ഒക്കെ വരുത്തി നമുക്ക് വലിയ കുറവ് വരും. എന്നുള്ളത് കൊണ്ട് ഏറ്റവും നല്ലത് മിനിമം സ്വർണ്ണ ആഭരണങ്ങളാക്കുക. സ്വർണം വാങ്ങി ബാറായിട്ടോ മറ്റ് തരത്തിലുള്ള, അതായത് കോയിനായിട്ടോ ഒക്കെ സ്വർണം വെക്കുക. വിവിധ വാല്യൂവിലുള്ള കോയിനായിട്ട് വെക്കുക. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്തുപയോഗിക്കാം. അപ്പൊ സ്വർണം എന്തായാലും ഒരു നിധിയാണ്. നമ്മുടെ ഒരു കഷ്ടകാലത്ത് നമുക്ക് അത്യാവശ്യം വരുന്ന സാഹചര്യങ്ങളിൽ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു നിധിയാണ് സ്വർണം. അപ്പൊ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ട എന്ന് വിചാരിക്കേണ്ട. അതേ സമയത്ത് സ്വർണത്തിൽ എത്ര കണ്ട് നമ്മുടെ മുഴുവൻ വെൽത്തും കൊണ്ടൊന്നും സ്വർണത്തിൽ ഇടേണ്ട ആവശ്യമില്ല. ഒരു 10-15% അതിൽ കൂടുതൽ സ്വർണത്തിൽ നിക്ഷേപിക്കേണ്ട ആവശ്യമില്ല. അത്രയും നിക്ഷേപിച്ചാൽ തന്നെ നമുക്ക് ഒരു ലൈഫ് ലോങ് സെക്യൂരിറ്റി നമ്മുടെ ജീവിതത്തിന് അതുകൊണ്ടുണ്ടാകും. ഒരു ഈട് വെക്കുന്നത് പോലെയാണ് സ്വർണം വാങ്ങി വെക്കുന്നത്, നമ്മുടെ ലൈഫിന് ഒരു ഈട് വെക്കുന്നത് പോലെയാണ് എന്ന് വിചാരിച്ചാൽ മതി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.